ജന്തർമന്ദറിൽ സംഘർഷാവസ്ഥ. പോലീസ് നിർദ്ദേശം തള്ളി സിജെപി പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നു. ന്യൂഡൽഹി. ജന്തർമന്ദറിലെ പ്രതിഷേധം വൈകുന്നേരം 5 മണിക്ക് അവസാനിപ്പിക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശമനുസരിക്കാതെ സിജെപി കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ. പ്രതിഷേധത്തിന് അനുമതി 5 മണിവരെ മാത്രമാണ് എന്ന പോലീസ് നിലപാട് അംഗീകരിക്കാതെ പ്രതിഷേധക്കാർ ജന്തർമന്ദറിൽ തുടരുകയാണ്. സുപ്രീംകോടതി വിധി മാനിക്കണമെന്നും തുടർന്ന് പ്രതിഷേധിക്കാൻ അനുമതിയില്ലെന്നും പോലീസ് അനൗൺസ് ചെയ്തെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റാൻ സാധ്യതയുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം നാളെ വൈകിട്ടുവരെ ജന്തർമന്ദറിൽ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ സിജെപി ദില്ലി പോലീസിന് കത്ത് നൽകിയിരുന്നു. ന്യൂഡൽഹി എസിപിക്കായിരുന്നു സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ കത്ത് നൽകിയത്. എന്നാൽ പോലീസ് നിലപാടിന് വഴങ്ങാതെ പ്രതിഷേധം തുടരാനാണ് സിജെപിയുടെ തീരുമാനം. ജയിലിൽ പോകാൻ തയ്യാർ അഭിജിത് ദീപ്കെ. ഇതിനിടെ താൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്താൽ ജയിലിലിടണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പാത്രത്തിന്റെയും സ്പൂണിന്റെയും ശബ്ദം കൂട്ടാൻ അദ്ദേഹം പ്രവർത്തകർക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ സമരവേദിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് കൂടുതൽ പോലീസുകാരും സമരവേദിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒരു ഭാഗത്ത് സമരം ചെയ്തിരുന്ന വനിതാ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്നതായാണ് വിവരം. സ്ഥലത്തു വലിയ രീതിയിൽ പോലീസ് സന്നാഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ വിവാദവും രണ്ടാംഘട്ട പ്രതിഷേധവും. ഇന്ന് രാവിലെയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപി ജന്തർമന്ദറിൽ രണ്ടാംഘട്ട പ്രതിഷേധം ആരംഭിച്ചത്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ ജീവനൊടുക്കിയ 13 വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ സിജെപി സമരവേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ സിസ്റ്റത്തിനെതിരെ സിജെപി സമരവേദിയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സമാധാനപരമായ പ്രതിഷേധം എന്നെഴുതിയ ബോർഡുകൾ ജന്തർമന്ദറിൽ നിരത്തിയാണ് സിജെപി പ്രതിഷേധത്തിനെത്തിയത്. കൂടാതെ സിജെപിയിൽ ചേരാനുള്ള QR കോഡുകളും പ്രതിഷേധവേദിയിൽ നിരത്തിയിരുന്നു. മോദി മാതൃകയിൽ പാത്രമടിച്ച് പ്രതിഷേധം. അഭിജിത് ദീപ്കെ സമരത്തിനു മുൻപായി നിർദ്ദേശിച്ചതുപോലെ പ്ലേറ്റും സ്പൂണുമായാണ് പ്രതിഷേധക്കാർ ജന്തർമന്ദറിലെത്തിയത്. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ സമയത്ത് പാത്രങ്ങളടിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് സമാനമായാണ് സിജെപിയും ഈ ആഹ്വാനം നൽകിയത്. സമരത്തിനെത്തിയ സിജെപി പ്രവർത്തകർ പ്ലേറ്റും സ്പൂണും കൊട്ടിയാണ് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർമന്ദറിൽ വീണ്ടും പ്രതിഷേധിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേരത്തെ അറിയിച്ചിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു സിജെപി ഈ പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയത്.